വാട്ട് ഈസ് ആൻ ഇന്റീജർ? എന്താണ് പൂർണ്ണസംഖ്യകൾ എന്ന് നമുക്ക് നോക്കാം. പൂർണ്ണസംഖ്യകൾ എന്താണെന്ന് നോക്കുന്നതിന് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. അതായത് ഡിസംബർ ജനുവരി മാസങ്ങളാകുമ്പോഴത്തേക്കും നോർത്തേൺ സ്റ്റേറ്റില് വടക്കൻ സംസ്ഥാനങ്ങളില് താപനില വളരെ കുറഞ്ഞ് മൈനസിലെത്തി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? എന്താണ് ഈ മൈനസിലെത്തുക എന്ന് പറഞ്ഞാൽ? നമുക്കൊരു എക്സാമ്പിളിലേക്ക് പോകാം. ഓൺ 1 ജനുവരി ആഗ്രയിലെ ടെമ്പറേച്ചർ താപനില 17 ഡിഗ്രി ആയി എന്ന് വിചാരിക്കുക. ഓൺ 2 ജനുവരി ടെമ്പറേച്ചർ ഫാൾസസ് 5 ഡിഗ്രി. 2-ാം തീയതി ആയപ്പോഴത്തേക്കും വീണ്ടും 5 ഡിഗ്രി സെന്റിഗ്രേഡ് താന്നു. അപ്പോൾ ഇപ്പോൾ അവിടുത്തെ താപനില 12 ഡിഗ്രി സെന്റിഗ്രേഡ് 12 ഡിഗ്രി സെന്റിഗ്രേഡായി. ഓൺ 3 ജാനുവരി ടെമ്പറേച്ചർ ഫാൾസസ് 7 ഡിഗ്രി സെന്റിഗ്രേഡ്. 3-ാം തീയതി ആയപ്പോൾ വീണ്ടും 7 ഡിഗ്രി കൂടി താന്നു. അപ്പോൾ ടെമ്പറേച്ചർ 5 ഡിഗ്രി സെന്റിഗ്രേഡായി. ഓൺ 4th ജാനുവരി ടെമ്പറേച്ചർ ഫാൾസസ് 4 ഡിഗ്രി സെന്റിഗ്രേഡ്. 4-ാം തീയതി ആയപ്പോൾ വീണ്ടും ടെമ്പറേച്ചർ താന്ന് 4 ഡിഗ്രി കൂടി താന്ന് ടെമ്പറേച്ചർ 1 ഡിഗ്രി സെന്റിഗ്രേഡിലെത്തി. ഓൺ 5th ജനുവരി ടെമ്പറേച്ചർ ഫാൾസസ് 1 ഡിഗ്രി സെന്റിഗ്രേഡ്. 5-ാം തീയതി ആയപ്പോൾ 1 ഡിഗ്രി കൂടി താന്നു. അപ്പോൾ ടെമ്പറേച്ചർ 0 ഡിഗ്രി സെന്റിഗ്രേഡായി. 6th ജനുവരി ടെമ്പറേച്ചർ ഫാൾസസ് 1 ഡിഗ്രി സെന്റിഗ്രേഡ്. 6-ാം തീയതി ആയപ്പോൾ വീണ്ടും ടെമ്പറേച്ചർ 1 ഡിഗ്രി ടെമ്പറേച്ചർ കൂടി താന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ 0 ആയിരുന്നു 5th, 6th വീണ്ടും 1 ഡിഗ്രി ടെമ്പറേച്ചർ കൂടി താന്നു, 0-യിലും താഴെ എത്തി. അപ്പോൾ 0-യിലും താഴെ എത്തിയ ടെമ്പറേച്ചറിനെ നമുക്ക് എങ്ങനെ സൂചിപ്പിക്കാൻ സാധിക്കും? നമുക്കതിന് 1 ഡിഗ്രി 0-യിൽ നിന്ന് ഒന്നുകൂടി കുറവാണ് എന്ന് കാണിക്കാൻ അതിൻ്റെ ഇടതുവശത്ത് നമുക്കൊരു മൈനസ് ചിഹ്നം ആഡ് ചെയ്യാം. അപ്പോൾ മൈനസ് ഡിഗ്രി സെന്റിഗ്രേഡ് ആയിരിക്കും 6th ജനുവരിയിലെ ടെമ്പറേച്ചർ. ഓൺ 7th ജനുവരി ടെമ്പറേച്ചർ ഫാൾസസ് 1 ഡിഗ്രി സെന്റിഗ്രേഡ്. 7-ാം തീയതി വീണ്ടും 1 ഡിഗ്രി കൂടി താന്നു. അപ്പോൾ -1 ഡിഗ്രിയിൽ നിന്നും 1 ഡിഗ്രി കൂടി താഴെയായി. അതായത് 0-യിൽ നിന്ന് 2 ഡിഗ്രി സെന്റിഗ്രേഡ് താഴെയാണ്. അതുകൊണ്ട് 0-യിൽ നിന്ന് 2 ഡിഗ്രി സെന്റിഗ്രേഡിനെ നമുക്ക് -2 ഡിഗ്രി സെന്റിഗ്രേഡ് എന്ന് പറയാം. ഓൺ 8th ജനുവരി ടെമ്പറേച്ചർ ഫാൾസസ് 1 ഡിഗ്രി സെന്റിഗ്രേഡ്. 8-ാം തീയതി വീണ്ടും 1 ഡിഗ്രി കൂടി കുറഞ്ഞു. അപ്പോൾ -2-വിൽ നിന്നും വീണ്ടും 1 ഡിഗ്രി കൂടി കുറഞ്ഞു. അതായത് 0-യിൽ നിന്നും 3 ഡിഗ്രി ടെമ്പറേച്ചർ താഴെയായി. സോ നമുക്കതിനെ -3 ഡിഗ്രി സെന്റിഗ്രേഡ് എന്ന് പറയാം. 9th ജനുവരി ടെമ്പറേച്ചർ ഫാൾസസ് 2 ഡിഗ്രി സെന്റിഗ്രേഡ്. അതായത് -3-യിൽ നിന്നും വീണ്ടും 2 ഡിഗ്രി കൂടി കുറഞ്ഞു. അതായത് 0-യിൽ നിന്നും 5 ഡിഗ്രി സെന്റിഗ്രേഡ് കുറവാണ്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? -5 ഡിഗ്രി സെന്റിഗ്രേഡ് എന്ന് എഴുതാം. ഓൺ 10th ജനുവരി ടെമ്പറേച്ചർ ഫാൾസസ് 2 ഡിഗ്രി സെന്റിഗ്രേഡ്. 10-ാം തീയതി വീണ്ടും 2 ഡിഗ്രി കൂടി കുറഞ്ഞു. അതായത് 0-യിൽ നിന്ന് 7 ഡിഗ്രി ടെമ്പറേച്ചർ താന്നു. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? -7 ഡിഗ്രി സെന്റിഗ്രേഡ് എന്ന് എഴുതാം. ഇപ്പോൾ നമുക്ക് -ഡിഗ്രി സെന്റിഗ്രേഡ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ -ആയി താപനില എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി 0-യ്ക്ക് മുകളിലുള്ള നമ്പേഴ്സിനെ 1 2 3 4 അങ്ങനെ മുകളിലേക്കുള്ള എല്ലാ നമ്പേഴ്സിനെയും നമ്മൾ പറയുന്ന പേരാണ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. പോസിറ്റീവ് ഇൻറ്റീജേഴ്സിനെ സൂചിപ്പിക്കാൻ സംഖ്യയുടെ ഇടതുവശത്ത് നമ്മളൊരു അധിക ചിഹ്നം, അതായത് പ്ലസ് സൈൻ കൊടുക്കാറുണ്ട്. ഇനി ഈ പ്ലസ് സൈൻ കൊടുത്തില്ലെങ്കിലും ഒരു ചിഹ്നവും കൊടുത്തില്ലെങ്കിലും അത് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. ഇനി 0-യ്ക്ക് താഴെയുള്ള നമ്പർ, നമ്മൾ പറഞ്ഞു ടെമ്പറേച്ചർ 0-യിൽ നിന്ന് കുറവുള്ള നമ്പേഴ്സ്, 0-യ്ക്ക് താഴെയുള്ള നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് നെഗറ്റീവ് ഇൻറ്റീജേഴ്സ്. പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് 0-യ്ക്ക് മുകളിലുള്ളത്, നെഗറ്റീവ് ഇൻറ്റീജർ 0-യ്ക്ക് താഴെയുള്ള നമ്പേഴ്സ്. അപ്പോൾ 0 എന്നൊരു നമ്പർ കൂടി നമുക്ക് ഇതിലുണ്ട്. 0 പോസിറ്റീവുമല്ല നെഗറ്റീവുമല്ല, നൈദർ പോസിറ്റീവ് നോർ നെഗറ്റീവ്. പക്ഷെ 0-യും ഇൻറ്റീജേഴ്സ് ആണ്. അതായത് പോസിറ്റീവ് സംഖ്യകളും നെഗറ്റീവ് സംഖ്യകളും 0-യും ഉൾപ്പെടുന്ന സംഖ്യകളുടെ കൂട്ടത്തെയാണ്, സംഖ്യാശ്രേണിയാണ്, സീക്വൻസിനെയാണ് നമ്മൾ ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്നത്. നമുക്കിത് നമ്പർ ലൈനിൽ എങ്ങനെ സൂചിപ്പിക്കാമെന്ന് നോക്കാം. നമ്മൾ സാധാരണയായി നമ്പർ ലൈനിൽ ആദ്യം 0 മാർക്ക് ചെയ്യുന്നു. 0-യുടെ വലതുവശത്തേക്ക് ഓരോ സ്ഥാനത്തും 1 2 3 4 5 എന്നിങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളിടത്തോളം, അതായത് എത്ര വേണമെങ്കിലും നമുക്ക് സൂചിപ്പിക്കാം. ഇനി അതുപോലെ തന്നെ 0-യിൽ താഴെയുള്ള സംഖ്യകളെ സൂചിപ്പിക്കുന്നത്
ഇടതുവശത്തായിട്ടാണ്. നെഗറ്റീവ് ഇൻറ്റീജേഴ്സിനെ നമുക്ക് -1, -2, -3, -4, -5 എന്നിങ്ങനെ നമുക്ക് ഇൻഫിനിറ്റി വരെ സൂചിപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. എത്ര വേണമെങ്കിലും നമുക്ക് സൂചിപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി സീറോയ്ക്ക് മുകളിലുള്ള നമ്പേഴ്സിനെ നമ്മൾ പറയുന്ന പേര് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എന്നും സീറോയ്ക്ക് താഴെയുള്ള നമ്പേഴ്സിനെ നമ്മൾ പറയുന്ന പേര് നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് എന്നുമാണ്. പോസിറ്റീവ് ഇൻറ്റീജേഴ്സും നെഗറ്റീവ് ഇൻറ്റീജേഴ്സും നമുക്ക് ഇൻഫിനിറ്റി വരെ എത്ര എണ്ണം വരെ പോസിറ്റീവ് എണ്ണൽ സംഖ്യകൾ അൺകൗണ്ടബിൾ, അതായത് എണ്ണാൻ പറ്റാത്തതാണ് എന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെ നെഗറ്റീവ് ഇൻറ്റീജേഴ്സും അൺകൗണ്ടബിൾ, എണ്ണാൻ സാധിക്കാത്ത അത്രയും നമുക്ക് ഇഷ്ടമുള്ള അത്രയും ചെയ്യാവുന്നതാണ്. ഇനി -1 ചെറുതാണ് -2, -2 ചെറുതാണ് -3. അതായത് സീറോയിൽ നിന്ന് അകലുന്നതനുസരിച്ച് നമ്പറിന്റെ നെഗറ്റീവ് നമ്പേഴ്സിന്റെ വാല്യൂ കുറയുന്നതായിരിക്കും. ഇനി നമുക്ക് ഇവിടെ നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ്, അതായത് മൈനസ് നമ്പേഴ്സ് കണ്ടു. അതായത് ഈ ചിഹ്നമാണ് നമ്മുടെ ഇവിടെ ഉപയോഗിച്ചിരുന്നത്. ഈ നെഗറ്റീവ് സൈന് നമ്മൾ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് സബ്ട്രാക്ഷൻ എന്ന്, അല്ലെങ്കിൽ കുറയ്ക്കാൻ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ആയിരുന്നു. ഇപ്പോൾ നമ്മൾ അതിനൊരു പുതിയ മീനിങ്ങും കൂടെ പഠിച്ചു, അതായത് സീറോയിലും താഴെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നെഗറ്റീവിന്റെ മറ്റൊരു മീനിങ് ആണ്, അതായത് നോട്ട് അഥവാ ഓപ്പോസിറ്റ്. എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് മീനിങ്. സീറോയിൽ കൂടുതൽ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആണ് സീറോയിൽ കുറവ് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ മൈനസ് സൈൻ ഉപയോഗിച്ചു. അതുപോലെ തന്നെ ഈ മൈനസ് സൈൻ മറ്റു സന്ദർഭങ്ങളിൽ എങ്ങനെ, അതായത് എന്താണ് അതിന്റെ മറ്റൊരു മീനിങ് എന്ന് നമുക്ക് നോക്കാം. -3 കിലോമീറ്റർ ഈസ്റ്റ്. -3 കിലോമീറ്റർ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഈസ്റ്റ് എന്ന് പറയുന്നത് കിഴക്ക് ദിശയിൽ 3 കിലോമീറ്റർ, -3 കിലോമീറ്റർ അല്ല, ഇവിടെ -3 കിലോമീറ്റർ ആയതിനാൽ ഈസ്റ്റ് എന്ന ഡയറക്ഷനല്ല, അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വെസ്റ്റ് ആണ്. അതായത് -3 കിലോമീറ്റർ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ 3 കിലോമീറ്റർ വെസ്റ്റ് എന്നാണ് അതിനർത്ഥം. സോ -3 കിലോമീറ്റർ ഈസ്റ്റ് ഈസ് ഈക്വൽ ടു 3 കിലോമീറ്റർ വെസ്റ്റ്. അതുപോലെ -4 കിലോമീറ്റർ നോർത്ത്, നോർത്തിലേക്ക് -4 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നോർത്തിലേക്കല്ല സൗത്തിലേക്ക് 4 കിലോമീറ്റർ എന്നാണ്. -4 കിലോമീറ്റർ നോർത്ത് ഈക്വൽ ടു 4 കിലോമീറ്റർ സൗത്ത്. നമുക്ക് കൂടുതൽ എക്സാമ്പിളിലേക്ക് പോകാം. -1000 പ്രോഫിറ്റ്, അതായത് -1000 രൂപ ലാഭം. ഇവിടെ മൈനസ് ഉള്ളത് കൊണ്ട് ലാഭം പ്രോഫിറ്റ് ആയിരിക്കില്ല, ലോസ് നഷ്ടമായിരിക്കും, 1000 rupees. ഇനി ഗെയിം -7 ടോഫീസ്. ഇവിടെ -7 ടോഫീസ് എന്ന് കിടക്കുന്നത് കൊണ്ട് ഗേവ് ആയിരിക്കില്ല, കൊടുക്കുകയായിരിക്കുകയില്ല, പകരം ബ്രോഡ് വാങ്ങുകയായിരിക്കും ചെയ്യുന്നത്. അതായത് ബ്രോഡ് 7 ടോഫീസ് ആയിരിക്കും. ഡിപ്പോസിറ്റഡ് -500. ഡിപ്പോസിറ്റ് ചെയ്ത് നിക്ഷേപിച്ചത് -500 rupees ആണ്. അപ്പോൾ മൈനസ് വന്നതുകൊണ്ട് ഡിപ്പോസിറ്റ് നിക്ഷേപിക്കുകയല്ല ചെയ്യുന്നത്, പിൻവലിക്കുകയായിരിക്കും ചെയ്യുന്നത്. വിഡ്രോ 500 rupees ആയിരിക്കും. ഇനി ഡിക്രീസ്, കുറഞ്ഞു, -10 ഡിഗ്രി സെന്റിഗ്രേഡ് എന്ന് പറഞ്ഞു. മൈനസ് വന്നതുകൊണ്ട് കുറയുകയായിരിക്കില്ല, ഇൻക്രീസ് കൂടുകയായിരിക്കും ചെയ്തത് 10 ഡിഗ്രി സെന്റിഗ്രേഡ്. അതുപോലെ സബ്ട്രാക്ട് -50. -50 സബ്ട്രാക്ട് എന്ന് വന്നതുകൊണ്ട് അതിനെ നമുക്ക് എങ്ങനെ പറയാം? സബ്ട്രാക്ട് ആയിരിക്കില്ല, പകരം ആഡ്, കുറയ്ക്കുകയല്ല കൂട്ടുകയായിരിക്കും ചെയ്യുന്നത് 50. ഇവിടെ സൈൻ ചേഞ്ച് ചെയ്ത് മാറുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ഇനി ഇതുപോലെ തന്നെ നമുക്ക് തിരിച്ചിത് പറയാം. സബ്ട്രാക്ട് 45. ഇവിടെ 45 പോസിറ്റീവ് ആണ്, കാരണം ചിഹ്നങ്ങൾ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അത് പോസിറ്റീവായി പരിഗണിക്കണമെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ സബ്ട്രാക്ട് 45നെ നമുക്ക് സബ്ട്രാക്ട് മാറ്റി അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് കുറയ്ക്കുക എന്നുള്ളത് മാറ്റി കൂട്ടുക എന്നുള്ളത് ആഡ് എന്ന് എഴുതാം. പകരം എന്ത് ചെയ്താൽ മതി? 45നെ മൈനസ് ആക്കിയാൽ മതി. സബ്ട്രാക്ട് 45 എന്നുള്ളത് ആഡ് -45 എന്നും. ഇനി നമുക്ക് ഇൻറ്റീജേഴ്സിന്റെ ഒരു പ്രോപ്പർട്ടിയിലേക്ക് പോകാം. ₹-1000 പ്രോഫിറ്റ് പ്ലസ് ₹1000 പ്രോഫിറ്റ്. നമുക്കറിയാം ₹-1000 പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് അല്ല, അവിടെ ലോസ് ആണുള്ളത്, നഷ്ടമാണുള്ളത്. അപ്പം പ്രോഫിറ്റ് 1000ഉം നഷ്ടം 1000ഉം കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റോ ലോസോ ഇല്ല, അവിടെ 0 ആയിരിക്കും. ദാറ്റ് മീൻസ് -1000 പ്ലസ് 1000 is equal to 0 എന്ന് കിട്ടും. ഇനി വിഡ്രോ -500 പ്ലസ് വിഡ്രോ
റുപ്പീസ് 500. വിഡ്രോ റുപ്പീസ് -500 എന്ന് പറഞ്ഞാൽ വിഡ്രോ അല്ല, ഡിപ്പോസിറ്റ് റുപ്പീസ് 500 ആണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഡിപ്പോസിറ്റഡ് റുപ്പീസ് 500ഉം വിഡ്രോ റുപ്പീസ് 500ഉം കൂടെ വന്നാൽ അവിടെ ഡിപ്പോസിറ്റിൽ മാറ്റങ്ങളൊന്നും വരുന്നില്ല. ദാറ്റ് മീൻസ് -500 + 500 is equal to 0. Add 45 plus add -45. 45ഉം add -45ഉം കൂടെ -45 ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ subtract 45 എന്നാണ് അർത്ഥം. അപ്പോൾ 45 പ്ലസ് -45 എന്ന് പറഞ്ഞാൽ 45ൽ നിന്ന് 45 സബ്ട്രാക്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഈ വീഡിയോയിൽ നമ്മൾ എന്താണ് ഇൻറ്റീജേഴ്സ് എന്നും, അതായത് ഇൻറ്റീജേഴ്സ് പൂർണ്ണസംഖ്യകൾ എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻറ്റീജേഴ്സും നെഗറ്റീവ് ഇൻറ്റീജേഴ്സും സീറോയും ഉൾപ്പെട്ടതാണെന്ന് നമ്മൾ പഠിച്ചു. അതിൽ പോസിറ്റീവ് ഇൻറ്റീജർ എന്ന് പറയുന്നത് സീറോയേക്കാൾ വലിയ സംഖ്യയാണെന്നും നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് സീറോയേക്കാൾ താഴ്ന്ന സംഖ്യകളാണെന്നും അവയെ സൂചിപ്പിക്കാൻ അവയുടെ ഇടതുവശത്ത് മുകളിലായി ചെറിയ ഒരു സബ്ട്രാക്ഷൻ ന്യൂനചിഹ്നം മൈനസ് സൈൻ കൊടുക്കണമെന്നും, എന്നാൽ പോസിറ്റീവ് സംഖ്യകൾ ചിഹ്നമില്ലാത്ത സംഖ്യകളെ പോസിറ്റീവ് സംഖ്യകളായി പരിഗണിക്കുമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷനോ നിങ്ങൾക്ക് നിർദ്ദേശങ്ങളോ ഉണ്ടായെങ്കിൽ വീഡിയോയ്ക്ക് കമന്റ് ചെയ്യാവുന്നതാണ്.